യാത്ര പോവാണ്. അതായത് നമ്മൾ ഇന്ന് കോട്ടക്കലൊക്കെ പോയി. കോട്ടക്കലിൽ അടുത്ത് തന്നെയാണ് വളരെ പ്രസിദ്ധമായ, അതായത് ഒരു കാടിൻ്റെ ആ ഒരു ഭംഗിയിൽ നിൽക്കുന്ന നമ്മളെ വളരെ പ്രസിദ്ധമായ ചന്ദനക്കാവ് ക്ഷേത്രം. അപ്പോൾ അവിടേക്കാണ് ഇപ്പോൾ ഇന്നത്തെ യാത്ര. അപ്പോൾ ഇന്ന് വെച്ചാൽ ഞാൻ ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കാം. നമ്മൾ കോട്ടക്കൽ ബസ് സ്റ്റാൻഡിലാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് എങ്ങനെ പോകണം നമ്മൾ ചന്ദനക്കാവ്. അപ്പോൾ നമ്മൾ ഏതായാലും കോട്ടക്കലിൽ നിന്ന് അങ്ങനെ പോവാണ്. നമ്മൾ കാടാമ്പുഴയൊക്കെ പോകുന്ന ആ റൂട്ട്. അപ്പോൾ ആ ഒരു വഴിയിലെ, അതായത് നമ്മൾ ആ ഒരു റോഡിലെ കാഴ്ചകൾ, പ്രത്യേകിച്ച് നമ്മൾ റോഡിൻ്റെ ആ ഒരു ഉണ്ട് ഇവിടെയൊക്കെ വന്ന മാറ്റങ്ങൾ, അപ്പോൾ അതൊക്കെ നമ്മൾ ഒരു പ്രേക്ഷകർക്ക് കാണുകയും ചെയ്യാം. അതാണ് നമ്മൾ ഒരു റോഡ് യാത്ര, ബസ്സിലാണ് യാത്ര. അപ്പോൾ അതൊന്ന് കാണിച്ച് അങ്ങനെ പോകുന്നത് വിശദമായിട്ട്. മുമ്പൊക്കെ വെച്ചാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഈ ഒരു രീതിയിലല്ല. അപ്പം ആദ്യകാലത്തൊക്കെ വന്നിരുന്ന ആളുകൾക്ക് ഇപ്പോഴത്തെ ഒരു മാറ്റം, റോഡിൻ്റെ ഒരു മാറ്റം ഒക്കെ കാണുമ്പോൾ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കുക. അങ്ങനെ അപ്പോൾ അതുകൂടി നമ്മൾ ഈ ഒരു യാത്രയിൽ നമുക്ക് അത് സാധിക്കും. ഞാനേതായാലും രാവിലെ നേരത്തെ തന്നെ ഇറങ്ങിയതാണ്. പിന്നെ ഇവിടെ പോകുന്ന വഴിയിലെ റൂട്ടുകളൊക്കെ, പ്രധാന റൂട്ടുകൾ പോകുന്ന ആ ഒരു വഴിയൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ 3-ാം തീയതിയിലെ രാവിലെ ക്ഷേത്ര ദർശനം നടത്താൻ വേണ്ടി പോയ ആ ഒരു വീഡിയോ ആണ്. അതായത് നമ്മൾ മെയ് 3-ാം തീയതി നല്ല മനോഹരമായ രീതിയിൽ തന്നെ റോഡൊക്കെ മാറിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ എങ്ങനെയുണ്ട് പുത്തനത്താണി പോയിട്ട് പിന്നെ അവിടുന്ന് പിന്നെ അടുത്ത ബസ്സിന് മാറി കയറുക ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ ചന്ദനക്കാവിലേക്ക് പോകാനുള്ള ആ ഒരു വേറെ ബസ്സിന് കയറുന്നതാണ്. അധികം ദൂരമൊന്നുമില്ല അതിന്ന് കോട്ടക്കലിൽ നിന്ന്. ഇപ്പോൾ ഈ ഒരു പുത്തനത്താണി വഴി അങ്ങനെ ഒരുപാട് ദൂരമൊന്നുമില്ല. ഓരോ നാട്ടിലെയും ആ ഒരു മാറ്റങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയതാണ് നമ്മളെ റോഡുകളൊക്കെ, അതുപോലെ ചുറ്റുഭാഗത്തുള്ള കടകൾ ഒക്കെ. നമ്മൾ പുത്തനത്താണി ഇവിടെ എത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് അടുത്ത ബസ്സിന് ഞാൻ നേരെ പോവാണ്. നമ്മളിങ്ങനെ ആ ഒരു തിരുനാവായൊക്കെ പോകുന്ന ആ ഒരു റൂട്ടിൽ അങ്ങനെ പോകുന്നത്. ഇവിടുന്ന് അധികം ദൂരമില്ല നമുക്ക് ചന്ദനക്കാവിലേക്ക്, കുറഞ്ഞ ദൂരമേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് അടുത്ത ബസ്സിന് കയറി അങ്ങനെ ഇനി നമുക്ക് പുത്തനത്താണി ടൗൺ വഴി അങ്ങനെ പോവാം. എന്നുവെച്ചാൽ ഞായറാഴ്ചയാണ്, പിന്നെ അതിരാവിലെ അല്ല, അപ്പോൾ കടകളും കാര്യങ്ങളൊക്കെ തുറന്ന് വരുന്നേ ഉള്ളൂ. അപ്പോൾ മറ്റ് നാടുകളിലുള്ള പ്രേക്ഷകർക്ക് നമ്മളിപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള ദൃശ്യങ്ങൾ, അതായത് ടൗണുകൾ, ഇവിടുത്തെ പ്രാദേശികമായ കാഴ്ചകളൊക്കെ കാണാനുള്ള ഒരു അവസരം കൂടിയാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു വീഡിയോകൾ ചെയ്യുമ്പോൾ, യാത്ര ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത്. അപ്പോൾ അമ്പലത്തിൻ്റെ അവിടെ എത്തി, നമ്മൾ ചന്ദനക്കാവ് എത്തി.
മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ കടന്ന് കഴിഞ്ഞാൽ ഇതാ ഒരുപാട് സ്ഥലം ക്ഷേത്രത്തിലേക്ക്, അതായത് കടക്കുന്നതിൻ്റെ മുൻപ് തന്നെ ഉണ്ട്, ഒരുപാട് വിസ്തൃതിയിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ വാഹന പാർക്കിങ്ങുകൾക്കും പാർക്ക് ചെയ്യാനൊക്കെ നല്ല സൗകര്യമുള്ള സ്ഥലമാണ്. ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ട് ക്ഷേത്ര ദർശനം നടത്താനുണ്ട്. മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിൽ തിരുനാവായയ്ക്കും പുത്തനത്താണിക്കുമിടയിൽ കുറുമ്പത്തൂർ ദേശത്താണ് ചന്ദനക്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതിപുരാതനവും അതിപ്രശസ്തവുമായ ഈ ക്ഷേത്രവും പരിസരവും പ്രകൃതി രമണീയമാണ്. നമുക്ക് അത്രയും അധികം നല്ല ഒരു മനോഹരമായ വൃക്ഷങ്ങളും എല്ലാം ചേർന്നുള്ളൊരു കാഴ്ച നമുക്കിവിടെ സമ്മാനിക്കുന്നുണ്ട്. വലിയ വൃക്ഷങ്ങൾ, ചെറിയ സസ്യലതാദികൾ, വള്ളിപ്പടർപ്പുകൾ എല്ലാം കൊണ്ടും സമ്പന്നമായൊരു പ്രദേശമാണ്. ഇപ്പോൾ ഈ ഒരു കാവിനുള്ളിൽ നാനാ വിധത്തിലുള്ള പക്ഷികൾ, ചെറിയ ചെറിയ ജീവജാലങ്ങൾ, പുൽച്ചെടികൾ എല്ലാം നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ കാഴ്ചയാണ്. ചന്ദനമരങ്ങളുടെ ആധിക്യം വളരെ പണ്ട് മുതൽ തന്നെ ഉണ്ടായിരുന്നതിനാലാണ് ഈ ഒരു ക്ഷേത്രത്തിന് ചന്ദനക്കാവ് എന്ന പേര് ലഭിച്ചത്. ഗുരു പവനപുരേശനെ ഉപാസിക്കുകയും ശ്രീമദ് നാരായണീയം രചിക്കുകയും ചെയ്ത ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരിയുടെ കുടുംബത്തിന് പൂർവികമായി അവകാശപ്പെട്ട സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യമുള്ള ക്ഷേത്ര സമുച്ചയമാണിത്. പണ്ടുകാലത്ത് വേദാധ്യാപനത്തിന് പേരുകേട്ട ക്ഷേത്രമായിരുന്നു. പണ്ഡിത ശ്രേഷ്ഠനായ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരിപ്പാട് വേദാധ്യാപനം നടത്തിയത് ഇവിടെയാണ്. ക്ഷേത്രത്തിലെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് 18 ദേവീദേവന്മാരുടെ പ്രതിഷ്ഠകൾ. മേൽപ്പത്തൂർ ഭട്ടത്തിരിപ്പാട് മച്ചിൽ വെച്ച് ആരാധിച്ചിരുന്ന ദേവിയെ അദ്ദേഹം വാതരോഗം പിടിപെട്ട് ഗുരുവായൂർക്ക് നാരായണീയ രചനയ്ക്ക് പോകുന്നതിന് മുന്നോടിയായി ചന്ദനക്കാവിൽ ഉചിതമായ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം. ഭദ്രകാളി സങ്കല്പത്തിലാണ് ചന്ദനക്കാവ് ഭഗവതി. ദേവിയുടെ കൂടെ അതേ പീഠത്തിൽ ഇടതുഭാഗത്ത് യവനീക്ഷൻ കുടികൊള്ളുന്നു. ഈ ക്ഷേത്ര മതിലകത്ത് തന്നെ 2 ചെറിയ ശ്രീകോവിലുകളിലായി കാരായ ഭഗവതിയും ഗർഭരക്ഷാംബികയായ ഈറ്റില്ലത്തമ്മയും കുടികൊള്ളുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് ഈറ്റില്ലത്തമ്മ. സുഖ പ്രസവസിദ്ധി, സന്താനലബ്ധി, ഗർഭരക്ഷ എന്നിവയ്ക്കെല്ലാം ഈ ദേവിയെ ശരണം പ്രാപിച്ചാൽ ഫലം ഉറപ്പെന്നാണ് വിശ്വാസം. ഏറ്റവും വലിയ പ്രത്യേകത ഒന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു പ്രകൃതി ആണ് ഏറ്റവും ഭംഗി.
ശ്രീമൂലസ്ഥാനം എന്നറിയപ്പെടുന്ന വള്ളിക്കാവിലമ്മയുടെ പ്രതിഷ്ഠയും മുൻപ് ഒരേ ശ്രീകോവിലിൽ ഉണ്ടായിരുന്ന സുബ്രഹ്മണ്യന് ഒരു ശ്രീകോവിലും വേട്ടയ്ക്കൊരു മകൻ കീഴേക്കാവിലെ ദേവിക്ക് മറ്റൊരു ശ്രീകോവിലുമായി പണിത 2 ചെറിയ ക്ഷേത്രങ്ങളുമുണ്ട്. വനശാസ്താവ് എന്നുള്ള ആ ഒരു രൂപത്തിൽ അയ്യപ്പ ക്ഷേത്രം കാണാം. ചന്ദനക്കാവിലെ ഗണപതി ക്ഷേത്രത്തിലായിരുന്നു പണ്ട് വേദപഠനം നടത്തിയിരുന്നത്. ഈ ഗണപതി ക്ഷേത്രത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒരേ ശ്രീകോവിലിനകത്ത് ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നീ ത്രിമൂർത്തികളും വിഘ്നേശ്വരനും വിദ്യാരൂപിണിയായ സരസ്വതിയുമടക്കം 5 പ്രതിഷ്ഠകളുണ്ട്. വട്ടശ്രീകോവിലിനുള്ളിൽ ചതുർബാഹുവായ വൈകുണ്ഠനാഥനാണ് പ്രതിഷ്ഠ. ഈ ശ്രീകോവിലിന്റെ ഭിത്തിയിലാണ് മേൽപ്പത്തൂർ ഭട്ടത്തിരിപ്പാട് വരച്ച ഗണപതിയുടെയും ഗരുഡാരൂഢനായ കൃഷ്ണന്റെയും ചിത്രങ്ങൾ. നിത്യ നിവേദ്യങ്ങളും പൂജകളും അടക്കമാണ് 18 പ്രതിഷ്ഠകൾ. മീനമാസത്തിലെ ഉത്രം നാളിലാണ് ചന്ദനക്കാവിലെ അമ്മയുടെ പ്രതിഷ്ഠാദിനം. അന്ന് തന്നെയാണ് കളമ്പാട്ട് കൂറയിടുന്നതും. 6 മാസത്തിലേറെ വരുന്ന വഴിപാടാണ് കളമ്പാട്ട്. പാട്ടിന് അവസാനം ദേവിക്ക് താലപ്പൊലി മഹോത്സവം. അപ്പോൾ ഭക്തജനങ്ങൾക്ക് രാവിലെ ക്ഷേത്രത്തിൽ പ്രഭാത ഭക്ഷണം. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ തൊഴലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏകദേശം പോകാനായി. നല്ല ഭംഗിയാണ്. അതായത് ഇവിടുത്തെ ഒരു കാടും പ്രദേശങ്ങൾ കണ്ടില്ലേ, അതിനൊരു ഭംഗി. അപ്പോൾ നമ്മൾ ക്ഷേത്രദർശനം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏതായാലും മടങ്ങിപ്പോയി. ഇന്നത്തെ വീഡിയോ കൂടെ അവസാനിച്ചായി. നമുക്കടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.